ലോഡിങ്ങെല്ലാം കഴിഞ്ഞു. ഇതാണ് നമ്മൾ കൊള്ളാല സംഭവം. ഓക്കെ, இந்த காட்டின் வரைபடத்தின் பரந்த பரப்பில் ஒவ்வொரு பகுதியும் ஒரு சாத்தியமான போர்க்களமாகும். எனது சிப்பாய்களுக்கான சரியான இடத்தை நான் அறிய வேண்டும். റീച്ച് ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. എൻ്റെ ആൾക്കാർക്കുള്ള സ്ഥലം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സോൾജേഴ്സിനെ തമ്പടിക്കാനുള്ള ഇത് എവിടെ വേണമെങ്കിലും ഇതാവാന്നാണ് പറയുന്നത്. മറ്റേ പോർക്കളം. ஆட்கள் சத்தம் கேட்கிறது. யாரோ இங்கே இருக்கிறார்கள். ഓക്കെ ഓക്കെ ഓക്കെ, ആൾക്കാരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ക്രൗച്ച് അടിച്ചിരിക്കാൻ പറഞ്ഞു. ഇവിടെ ആരോ ഉണ്ട് ക്രൗച്ച് അടിച്ചിരിക്കാൻ. எச்சரிக்கையுடன் அணுகுவோம். Press F2 when near me. ഓ, സൈലന്റ്ലി ടേക്ക് ഡൗൺ ചെയ്യണം മോനെ. ഓക്കെ, എഫ് ക്ലോസ്. ശരി, പാടാ സംഭവം. അയ്യോ, ഇരി. ഓ, എന്റെ മോനെ ഉറങ്ങാനൊക്കെ കാട്ടിൻ്റെ ഇടയിൽ കണ്ടു. ഓക്കെ, பகையாளி அங்கே இருக்கிறான். ഇരി. അയ്യോ, അത് നേരത്തെ വന്നത് ഞാൻ വായിച്ചില്ലല്ലോ. എന്തോ സംഭവം വലിയ സീറ്റ് കൺട്രോൾ പ്ലസ് സംതിങ് കൺട്രോൾ. ഓ, ഡോട്ട് ചെയ്യണം മോനെ. ഓക്കെ, വാ. இந்த அடர்ந்த காட்டுக்குள் எதற்காக காவலர்கள் இருக்கிறார்கள்? சரி, ഓക്കെ இனி எல்லா திசைகளையும் கவனமாக நோட்டமிட்டு முன்னேற வேண்டும். ഓക്കെ, ഇവിടെ ഈ ഫോറസ്റ്റിൽ ഒരുപാട് ആൾക്കാർ കാവലിരിക്കുന്നുണ്ട്. എല്ലാം നോക്കി വേണം കൈകാര്യം ചെയ്യാൻ, ഇല്ലെങ്കിൽ തേഞ്ഞിരിക്കും എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് സീ നിൽക്കാൻ വരാൻ നിൽക്കി പിടിച്ചോണ്ടിരിക്കണ്ടാവും. രാത്രിയിലെ കാട് இயற்கையின் அழகு உன்னதமானது. ഈ പ്രകൃതിയുടെ ബ്യൂട്ടി കൊള്ളാം എന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ, അവിടെ ഹെൽത്ത് ബാറിന്റെ അവിടെ നോക്കിയ പുലി കാണാൻ പറ്റും. പയ്യെ ഇറങ്ങാം. സംഭവം മൗസിന്റെ പരിപാടി. മിക്കവാറും ഇതിന്റെ അകത്ത് എനിമിയോ ഷാർക്കൊന്നും കാണില്ല. മുതലാണ്. പയ്യെ പോവാ. എനിമിയാണോ ചാൻസ്? പയ്യെ എല്ലായിടവും നോക്കിയാലായിരിക്കും. അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂലെന്നർത്ഥം. പയ്യെ പോവാം. ഇവിടെ ഇരിക്കാം. നല്ല സ്ഥലം, കുറ്റിക്കാടിൻ്റെ ഇടയിൽ. കുടുങ്ങി. ഓക്കെ, എത്തി. സ്ലോ ആയിട്ടാണ് പോവല്. இடதுபுறம் ஒரு பழைய மடம் இருக்கின்றது. சற்று சென்று பார்ப்போம். ഓക്കെ, ഇടത്ത് ഒരു പഴയ ഷ്രൈൻ ഉണ്ട്. ഇടതെന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ W നിൽക്കുന്ന സൈഡ്. പേടിപ്പിക്കാനായിട്ട് കൊള്ളാല. ബുദ്ധൻ്റെതാ എന്തോന്നു. മെഡിറ്റേറ്റ് വേരിയസ് പോയിന്റ് എൻഹാൻസ്. ഓക്കെ, നമ്മുടെ ബ്ലാക്ക് മിത്ത് മുങ്കോങ്ങിലൊക്കെ ഉള്ള മെഡിറ്റേറ്റ് ചെയ്താൽ ഇതാവും. എന്താ പറയാ, ഹെൽത്തും സ്റ്റാമിനയൊക്കെ കയറും. പ്രശ്നമാണ്. ഓ, അത് ഇരിക്കുന്നു നോക്ക്, കൊള്ളാം കേട്ടോ.
എണീക്കുന്ന എനിക്ക് കാര്യം നോക്കണം. ഓ എന്നെ ആടെ യോഗ வேங்கை வளம் கிடைத்து விட்டது. മീൻസ് ഈ രണ്ട് കൈ തൊടാതെ രണ്ട് കാലും ഇങ്ങനെ വെച്ച് എണീക്കുക പാടാവും. ഭയങ്കര പാടാം. നീ പറ്റൂല. ക്രൗച്ച് ചെയ്യുന്നതാണ് നല്ലത്. സ്ലോ ആയാലും എന്താ ഇച്ചിരി സമയം എനിക്കുണ്ടപ്പാ. ടു ആക്ടിവേറ്റ് വെങ്കൈ വിഷൻ. എൻ്റെ മോനെ എന്തായാലും ആള് വിശക. ഓക്കെ, ഇവിടെ ഇരുന്നിട്ട് ഇതട് വെങ്കൈ വിഷൻ കൊള്ളാം. എന്തായാലും അവിടെ എനിമീസ് ഉണ്ടെന്ന് അർത്ഥം. ഒന്നും കൂടെ ഇതട്ട് നിൽക്കാം. ടെമ്പറേച്ചർ ഹൈടെക്കാ പണ്ടത്തെ. ഓ ആ പുലിയുടെ സൗണ്ട് കൊള്ളാം. യൂസ് ദ ഗ്രാസ് ടു കൺസീൽ യൂസ് സെൽഫ്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഗ്രാസിനകത്തോട്ട് കയറിയ നമ്മുടെ മറ്റേ ഒരു ഗെയിം ഉണ്ടല്ലോ, മറന്നുപോയി. മറ്റേ എലികളിന്ന് പകർന്ന പ്ലേഗിന്റെ അതിനകത്ത് ഗ്രാസിൽ കയറി ഒഴിക്കുന്ന പോലെ ഇതില് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. ഉയ്യോ ഇനി ഇവിടെ വരുമ്പോ കൊടുക്കാം. ഇവിടെ വരുമല്ലോ നീ. എഫ് നിക്കാം. ആരെങ്കിലും ഉണ്ടാടെ ഈ വഴി? അങ്ങ് അല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. അടിയല്ലേ നോക്കിട്ടെന്തോ ചെയ്യാൻ ഇച്ചിരി പ്രശ്നമായി. ആളുണ്ട്. ഓടോടോടോ. അതോ അങ്ങേ மண்ணுக்காக. എന്തായാലും ഓ ഇത് സംഭവം കൊള്ളാം. എൻ മണ്ണുക്കാകെ അത് കൊള്ളാം, ഇഷ്ടം. നമ്മളതിന് 3 പേരെ കൊന്നു. അഹങ്കാരം കാണിച്ചിട്ടാണെങ്കിലും കൊന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇസട്ട് നിൽക്കാം. അവിടെ എന്തോ നീല നോക്കാം. പയ്യെ പയ്യെ ഇത് എന്താ ഇവിടെ കുടുങ്ങിയ ഇത് ഡെക്കോറേഷൻ. ഒന്നാണോ ക്ലൈംബ് ചെയ്യാൻ പറ്റുമോ? சிறு தொலைவில் காட்டிற்குள் யாரோ அலறுவது போல் கேட்கிறது. எதிரி படையினரின் வேலையாக இருக்குமோ? இதை பின்தொடர்ந்து செல்வோம். ഓക്കെ, കൊള്ളാം. ആരോ കിടന്ന് സൗണ്ട് വയ്ക്കുന്ന സൗണ്ട് നമ്മൾ മീൻസ് സ്ക്രീം ചെയ്യുന്ന സൗണ്ട് ഉണ്ട്. ഒരു ഫീമെയിൽ വോയിസ് ആണത്. എനിമി ആയിരിക്കുമ്പോഴാണ് ഇതാണ്. അപ്പം എനിമീസ് ഇല്ലതാ. ആ നീലയിലോട്ടാണ് നമ്മളിപ്പോൾ. അതൊരു ഇത് ഒരു പെണ്ണിൻ കുരൽ. കേട്ടു, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ട്രാക്ക് ന്യൂസ് എങ്ങനെ ട്രാക്ക് ചെയ്യും നമ്മൾ?
വാങ്ങിച്ച് കൂട്ടുവോടെ പയ്യെ ഇറങ്ങി പോവാതെ എനിക്കാണെങ്കിൽ കൈ വിറക്കിട്ടുണ്ട്. அழகிய இயற்கையின் மலை தண்ணீர் பயணிக்கும் போதுதான் அதுவே பாதையாகிறது. രാജാവാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അവിടെ എന്തുവാ അത് പോണം. സ്റ്റാമിന എന്ന് പറഞ്ഞ സംഭവം ഓക്കെ. ഇവിടെ കണ്ടാണ് അറിയില്ല. ഇവിടെ ഇല്ല. மேலும் சில ஆண்களின் குரல்கள் கேட்கின்றது. அவள் ஏதோ ஆபத்தில் இருக்கிறாள். உதவிக்கு யாரையோ அழைக்கிறாள். ഓക്കെ. ആ പെണ്ണ് ഏതോ ആണുങ്ങളുടെ സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ട്. അവള് ഹെൽപ്പ് തേടുന്നു. കട്ട്സീനൊക്കെ ഉണ്ട് ചേട്ടാ മോനെ. 6 പാക്ക് അണ്ണന്മാര്. தப்பிக்க வழி இல்லை பேதையே, முரடு பிடிக்காதே. எங்கே ஓடுகிறாய்? கடலில் விழுந்து சாகவா? வீணாக மீனுக்கு இரையாகாதே. என் கைகளில் தழுவும் பொற்காசாய் மாறிடேன். உன்னை போல் அழகு பதுமையை கொள்ள மாமனும் இல்லை. அதற்காக உன் தலைக்கு விதிக்கப்பட்ட பரிசினை விட்டு செல்ல நான் ஒன்றும் மடையனல்ல. நான் வந்த நோக்கம் இதுவல்ல. ஆனால் ஒரு மனிதனாக நான் அவளை காப்பாற்ற வேண்டும். അതെ, അത് അവന്മാരെന്തോ അവളുടെ തലയ്ക്ക് വെച്ചേക്കുന്നതിന് റിവാർഡ് വാങ്ങണം എന്നൊക്കെയാണ് പറയുന്നത്. റിവാർഡ് വാങ്ങണം. അതുകൊണ്ട് ഇനി നീ പോത്തില്ല. പോയാലും നീ എവിടെ പോവാൻ? അതിൻ്റെ അടി കുടുങ്ങിയല്ലേ ഉള്ളൂ. സമുദ്രത്തിൽ മുങ്ങത്തല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഭീഷണി. നമ്മൾ കറങ്ങി അടിക്കണോന്നർത്ഥം. പടച്ചവനെ കണ്ടാ തേഞ്ഞു. ലെഫിന്റെ അടുത്ത് കൈ വെച്ചിരുന്നു. ഡീപ് സ്ലീപ്പ് പോവാൻ ആ പെണ്ണ് കണ്ട ഷോറൊക്കെയായിരുന്നു. പെണ്ണ് കൊണ്ട് അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ബാക്കി കൂടെ പോകാൻ പറ്റും. നല്ലൊരു വഴിയാണ്. ഈ നോ ഐ തിങ്ക് സോ. പറ്റത്തില്ല. ഇത് ഫ്രീ ആയിട്ടൊരു ഗെയിമാണ്. അതുകൊണ്ട് അവർ അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ഒന്നും തരില്ല. അതാ വരുന്ന രണ്ടാം മാതിരി. അങ്ങനെയുള്ള അതെനിക്ക് ഇഷ്ടമാകാൻ. உங்கள் நேரம் முடிந்துவிட்டது. இதுவே உன் விதி. தெய்வத்திடம் செல். என் ராஜ்யத்திற்காக. നേരത്തെ മണ്ണുക്കാക കൊള്ളാം. ഫിനിഷർ ഡയലോഗ്. மவீஸ் எங்கனே கண்டானே பண்ணுது. நான் உடனே செல்ல வேண்டும். நன்றி.
உங்களுக்கு நான் என்ன கைமாறு செய்வதென்றே தெரியவில்லை. ചിരിക്കു വെച്ചോ. പുലി ഓടിക്കോ. அதுக்குள் மாயமாக மறைந்து விட்டாள். இப்போது அவளை தேடிப் போவது சிறந்த வியூகம் அல்ல. അതെ, வந்த வேலையை பார்ப்போம். കണ്ണടച്ച് തുറക്കും. ഒരു പുലിയുടെ സൗണ്ട് ഇട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് അവളെ ഓടി. അതുകൊണ്ട് അവളെ നോക്കി പോകുന്നത് ഇപ്പൊ സേഫ് അല്ല. വന്ന വേല പാക്കലാമാ. ஒன்றும் புரியவில்லையே. இது ஒரு ஆள் நடமாட்டம் இல்லாத காடு. ஆனால் ஆரம்பத்தில் இருந்து எதிரி படையினர் இரவில் நடமாடிக் கொண்டிருக்கிறார்கள். இங்கு எதற்காக அவளை இவர்கள் கொண்டு வர வேண்டும்? தண்டிக்க வேண்டும் என்றாலும், வேறு ஏதோ ஒரு நோக்கம் இருந்தாலும், எதற்காக ராஜ்யத்தை விட்டு இவ்வளவு தொலைவு வர வேண்டும்? இது உண்மையில் ஒரு குழப்பமான சூழ்நிலை. இந்த செயலின் பின்னணியில் உள்ள நோக்கங்கள் குறித்து மேலும் தகவல்களை சேகரிக்க முயற்சிக்க வேண்டும். സംഭവം ഇപ്പൊ പറഞ്ഞത് ഇതൊരാളനക്കം ഇല്ലാത്ത കാടാണ്. എന്നിട്ടും പട്ടാളക്കാരെ ആദ്യം മുതൽ കറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഇതെല്ലാം തിരക്കണമെന്നാണ് പറയുന്നത്. എന്തിന്റെ കേടാണ്? സ്പേസ് ബാറൊക്കെ കൊള്ളാം. ഗോൾഡൻ ആർമറാ. മെഗാ അറ്റാക്ക് ഇല്ലേ? முன்பு தியானம் செய்து சக்தியை அதிகரித்தது போல இங்கும் முயன்று பார்க்கலாம். നേരത്തെ മെഡിറ്റേറ്റ് ചെയ്ത് ഇത് കിട്ടിയ പോലെ ഇവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും. வேங்கை வளம் கிடைத்து விட்டது. എത്താറായാലും അതിൻ്റെ അടുത്ത് ഒരു നീലയുടെ അടുത്ത് എത്താറായി. இது பதில்களை விட அதிகமான கேள்விகளை எழுப்புகிறது. இது ஒரு திசை திருப்பலாக இருக்க முடியுமா? அவர்கள் உண்மையான நோக்கங்களிலிருந்து நம் கவனத்தை திருப்ப முயற்சிக்கிறார்களா? எதிரியின் நோக்கங்களையும் உத்திகளையும் அறிய விரும்புகிறேன். ഒരു ആംബുഷ് ആണോ എന്ന് സംശയമില്ലാതില്ല. നീലയുടെ അടുത്ത് എത്താറായി. இதற்கு மேல் இங்கு பாதை இல்லையே. நமது வரைபடத்தில் இந்த வழியாகத்தான் செல்வதாக இருந்தது. வேங்கை விழியை முயற்சித்து பார்ப்போம். അതല്ലേ ഞാൻ ഇത്ര നേരം ചെയ്തോണ്ടിരുന്ന. വേറെ വഴിയില്ലേ? ഓക്കെ, കൊള്ളാം. എൻ്റെ ഹിഡൻ പാത്താ. Find a way to break the strong wall. Okay, അത് പൊളിക്കണോ എന്നാണ്. വാള് വെച്ചിട്ട് വെക്കാം. വഴിയൊന്നും കാണാനില്ലല്ലോ.
വേങ്കൈ വിഷൻ ഇതട്. വേങ്കൈ വിഷനിൽ ഞാൻ വേറൊരു സംഭവം കാണും. സോറി, ആള് മാറി. അങ്ങോട്ട് വഴിയുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ஓகே, இங்கோட்ட வழியுண்டு. இங்கு ஏதோ வழி உள்ளது. இதுதான் தடையை கடக்க சரியான வழியாக இருக்கும். இதை பின்பற்றி செல்வோம். ஓகே. வேங்கை விஷயம் കൊള്ളാം സംഭവം. ഓക്കെ ഓക്കെ, ഇവിടെ ഉണ്ട് കേറാൻ. മാറി, ആള് മാറി. ചോള ചോള. ഓക്കെ, കേറിക്കോ കേറിക്കോ. വേങ്കൈ വിഷൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇട്ടിട്ട് എനിക്ക് അത്രയും സുഖമാണ്. காற்றின் திசை மாறுகிறது. കേട്ടിട്ട് പേടിയാവും. തറയിലോട്ടും കാണാൻ വീണ. എന്റെ പൊന്നോ, കേറി. മൂച്ചുവിട ഒരു ഗണം. ആരി താഴോട്ട് ഇങ്ങോട്ട് താഴോട്ട്. ഓക്കെ, പോട്ടെ. ക്ലൈംബ് ചെയ്യുന്നുണ്ട്. മലയുടെ മണ്ടയിലെത്താനാണല്ലോ പറയുന്നത്. അടുത്ത വിളിമ്പ് സற்று മേലെ ഉള്ളത്. ഓ, ക്യാച്ച് മൈ ബ്രത്ത്. മനസ്സിലായില്ല എന്തായാലും. പോകുന്നില്ലല്ലോ. ഓക്കെ. ഓ, ഓക്കെ. പോട്ടെ പോട്ടെ. മേങ്കയിലായാലും കാണാൻ അവിടെ ഒരു സ്റ്റോണ് കാണുന്നു. പോകുന്നില്ല.
ഫൈറ്റിംഗ് സ്കില്ല് ഉള്ള രാജേന്ദ്ര ചോളൻ. രാജേന്ദ്ര ചോളൻ. ഓക്കെ നൈസ്. പോട്ടെ. ഫുള്ള് പോയി തീരാറായോ? കഴിഞ്ഞില്ലേ ഇത്? மலை உச்சிக்கு வந்துவிட்டோம். மவுண்டன் சமிதி எத்தி. இங்கு எப்படி இவ்வளவு பெரிய பாறை வந்தது? சற்று அருகில் சென்று பார்ப்போம். ഇവിടെ എങ്ങനെ ഇത്രയും വലിയ പാറ വന്നു? ഏതാ വലിയ പാറ? யாரோ திட்டமிட்டு இங்கு இந்த பாறையை வைத்தது போல் உள்ளது. ആരോ മനഃപൂർവ്വം ഈ പാറ ഇവിടെ വെച്ചത് പോലെ. ഓ ഈ അടി ക്ലോസർ ലുക്ക് അടിക്കാം. ഓക്കെ 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 തള്ളിയിടാനാ. കൊള്ളാം കൊള്ളാം. ഓ ஆஹா, நான் எண்ணியதைப் போல் பாதையில் உள்ள தடை சுக்குநூறாக நொறுங்கி போனது. അതിന് ഓ ഇവിടെ എത്തിയ നമ്മള് ഉദ്ദേശിച്ചതുപോലെ പാറ തള്ളി ഇട്ടപ്പോ ഇത് പൊട്ടി. ഈ മിഷൻ കഴിയുമ്പോഴത്തേക്കും ഞാനൊരു നിർത്തും. இன்னும் அடர்ந்த காட்டிற்குள் சென்று விட்டோம். So, as you do, just any